Hello all, welcome to our classes. So Adventures in a Banyan Treeക്ക് ശേഷം നെക്സ്റ്റ് 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ ഒരു പോയം ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എഴുതിയത് വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിക് പോയറ്റാണ്. ഇംഗ്ലീഷിലെ റൊമാൻറ്റിക് പോയറ്റുകളിൽ മുൻനിരയിൽ നിൽക്കുന്ന കവിയാണ് വില്യം വേർഡ്സ്വർത്ത്. റൊമാൻറ്റിക് പോയറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ് ആണ്. അവർ നേച്ചർ വർഷിപ്പേഴ്സ് ആയിരുന്നു. പ്രകൃതിയെക്കുറിച്ചായിരുന്നു അവർ കവിതകൾ എഴുതിയിരുന്നത്. റൊമാൻറ്റിക് ലിറ്ററേച്ചറിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കളക്ഷൻ ഓഫ് പോയംസ് ആണ് ലിറിക്കൽ ബാലഡ്സ്. വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ് എന്ന് പറയുന്ന രണ്ട് റൊമാൻറ്റിക് പോയറ്റ്സിലെ ഏറ്റവും പ്രമുഖരായ രണ്ട് കവികളാണ് വേർഡ്സ്വർത്തും കോൾറിഡ്ജും. സാമുവൽ ടൈലർ കോൾറിഡ്ജും വില്യം വേർഡ്സ്വർത്തും. ഈ രണ്ട് പേരുടെയും കവിതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പബ്ലിഷ് ചെയ്ത ഒരു കളക്ഷൻ ഓഫ് പോയംസ് ആണ് ലിറിക്കൽ ബാലഡ്സ്. ഇനി വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹമാണ് പോയറ്റ് ഓഫ് നേച്ചർ എന്നറിയപ്പെടുന്നത്. പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്ന ഇദ്ദേഹം 1843 പോയറ്റ് ലോറിയേറ്റ് എന്ന സ്ഥാനം അലങ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയ വർക്ക്സ് ആണ് ഡാഫോഡിൽസ്, ലൂസി ഗ്രേ, ദ പ്രെല്യൂഡ് തുടങ്ങിയ കവിതകൾ. വില്യം വേർഡ്സ്വർത്തിൻ്റെ കവിതകളുടെ പ്രത്യേകത വളരെ സിമ്പിളായ ലാംഗ്വേജിൽ, ഓർഡിനറി ലാംഗ്വേജിലാണ് അദ്ദേഹം കവിതകൾ എഴുതിയിരുന്നത് എന്നാണ്. പ്രകൃതി തന്നെയാണ് ആസ് യൂഷ്വൽ പ്രതിപാദ്യ വിഷയവും. സോ നമുക്ക് നമ്മുടെ പോയത്തിലേക്ക് കടക്കാം. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ വസന്തകാലം എന്നാണ് അർത്ഥം. ഐ ഹേർഡ് 1,000 blended notes while in a grove I sat reclined in the sweet mood when pleasant thoughts bring sad thoughts to the mind. ഇവിടെ നോട്ട്സ്, തോട്ട്സ്, റിക്ലൈൻഡ്, മൈൻഡ്. നോട്ട്സും തോട്ട്സും റൈമിംഗ് വേർഡ്സ് ആണ്. നോട്ട്സ്, തോട്ട്സ്, റിക്ലൈൻഡും മൈൻഡും റൈമിംഗ് വേർഡ്സ് ആണ്. അതുകൊണ്ട് ഈ പോയട്രിയുടെ തുടർന്നുള്ള ലൈൻസിൽ നമുക്ക് കാണാൻ സാധിക്കും ലിങ്ക്, തിങ്ക്, റാൻ, മാൻ. സോ ഈ പോയട്രിയുടെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന വേർഡ്സ്വർത്തിൻ്റെ ഈ കവിതയുടെ റൈം സ്കീം എ ബി എന്ന പാറ്റേണിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്, കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ വേർഡ്സ്വർത്തിൻ്റെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്ങിൻ്റെ റൈം സ്കീം എന്താണ്? എ ബി. ഐ ഹേർഡ് 1,000 blended notes. എനിക്ക് ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കൽ നോട്ട്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രകൃതിയിൽ നിന്ന്, ബ്ലെൻഡഡ് മീൻസ് ഹാർമോണൈസ്, മിക്സ്ഡ്. പ്രകൃതിയിൽ നിന്നുള്ള പലതരം ശബ്ദങ്ങളും ബ്ലെൻഡായി ഹാർമോണൈസ് ചെയ്ത് മിക്സ് ചെയ്ത് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. വൈൽ ഇൻ എ ഗ്രോ ഐ സാറ്റ് റിക്ലൈൻഡ്. റിക്ലൈൻഡ് മീൻസ് കംഫർട്ടബിൾ റെസ്റ്റിംഗ് പൊസിഷൻ. സോ സാറ്റ്, SAT ആണ്, സാറ്റ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത്. സാറ്റ് മീൻസ് സാറ്റിസ്ഫൈഡ്. ഐ സാറ്റ് റിക്ലൈൻഡ് മീൻസ് സാറ്റിസ്ഫൈഡ്. വെൻ ഐ സൈറ്റ് SAT, സാറ്റ് റിക്ലൈൻഡ്, വളരെ സ്വസ്ഥമായി, സാറ്റിസ്ഫൈഡായി, കമ്പോസ്ഡായി. റിക്ലൈൻ മീൻസ് വളരെ കംഫർട്ടബിളായി അദ്ദേഹം റെസ്റ്റ് ചെയ്യുന്ന സമയം ഇവിടെ ഇരുന്നു കൊണ്ട്. ഇൻ എ ഗ്രോ മീൻസ് പ്ലാന്റേഷൻ. ഒരു പ്ലാന്റേഷനിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം വളരെ കാം ആൻഡ് കമ്പോസ്ഡായി ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഐ ഹേർഡ് 1,000 blended notes. ഒരുപാട് മിക്സഡ് ആയിട്ടുള്ള, ബ്ലെൻഡഡ് മീൻ മിക്സഡ് ആയിട്ടുള്ള മ്യൂസിക്കൽ നോട്ട്സ് പോലെ പ്രകൃതിയിൽ നിന്ന് അനേകം ശബ്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ കാതുകളിലേക്ക് വരുന്നത്. ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ്, വളരെ പ്ലസൻ്റായ ആ ഒരു സമയത്ത്, വെൻ പ്ലസൻറ്റ് തോട്ട്സ്, വളരെ പ്ലസൻ്റായ സുഖകരമായ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അതേസമയം ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. വളരെ പ്ലസൻ്റായ മൂഡാണെങ്കിലും, കാരണം പ്രകൃതിയുടെ പ്ലാന്റേഷനിൽ ഇരിക്കുകയാണ്, പ്രകൃതിയിൽ നിന്നുള്ള കിളികളുടെ ശബ്ദം ഉണ്ടാകാം, മറ്റ് ബ്രീസിൻ്റെ ശബ്ദം ഉണ്ടാകാം, പലതരത്തിലുള്ള ബ്ലെൻഡഡ് നോട്ട്സ് അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, വളരെ ബ്യൂട്ടിഫുൾ ആയൊരു പ്ലേസിൽ സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് മൈൻഡ് വളരെ പ്ലസൻ്റ് ആയിരിക്കും, അല്ലേ, എലവേറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. പക്ഷേ ചില സാഡ് തോട്ട്സ്, വിഷമം നിറഞ്ഞ ചില ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആ സമയം കടന്നു വരികയാണ്. റൊമാൻറ്റിക് പോയറ്റ്സിൻ്റെ ഒബ്സഷൻ എപ്പോഴും നേച്ചറാണ്. സോ അവരുടെ വിഷമവും സാഡ് തോട്ട്സും നേച്ചറിനെ കുറിച്ച് തന്നെ ആയിരിക്കും. സോ സ്പ്രിംഗ് സീസണിൽ ആണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്, ബാക്ക്ഗ്രൗണ്ട്. സ്പ്രിംഗ് സീസൺ മീൻസ് വസന്തകാലം. സെക്കൻഡ് സ്റ്റാൻസ. ടു ഹർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ലിങ്ക്, തിങ്ക്, റാൻ, മാൻ. ഇത് ലിങ്കും തിങ്കും അതുപോലെ റാൻ, മാൻ ഇവയും റൈമിംഗ് വേർഡ്സ് ആണ്. സോ റൈം സ്കീം എഗൈൻ എ ബി പാറ്റേണിലാണ് വരുന്നത്. ടു ഹെർ ഫെയർ വർക്ക്സ്, ഹെർ ഉദ്ദേശിക്കുന്നത് ഇവിടെ നേച്ചറിനെയാണ്. ഹിയർ നേച്ചർ, N ഈസ് ക്യാപിറ്റലൈസ്ഡ് അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് നേച്ചർ ഈസ് പെർസോണിഫൈഡ്.
പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂഷൻ ഓഫ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ഇന്നാനിമേറ്റ് ഒബ്ജക്ട്സ്. മനുഷ്യൻ്റെ ക്വാളിറ്റീസിനെ, ഹ്യൂമൻ ക്വാളിറ്റീസിനെ ഇന്നാനിമേറ്റ് ആയ, അതായത് ഒബ്ജക്ട്സിനിലേക്ക് അട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നേച്ചറിനെ ഒരു ബ്യൂട്ടിഫുൾ വുമൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ടു ഹർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ. സോ നേച്ചറിൻ്റെ രീതികളെല്ലാം, വർക്ക്സ് എല്ലാം വളരെ ഫെയർ ആണ്. ബ്യൂട്ടി, ഗുഡ്നെസ്, ഇതെല്ലാമാണ് നേച്ചറിൻ്റെ രീതികൾ. ആ നന്മയും ആ ബ്യൂട്ടിയും, നേച്ചർ, പ്രകൃതിയുടെ സൗന്ദര്യവും നന്മയുമെല്ലാം എൻ്റെ ആത്മാവിൽ, മനുഷ്യൻ്റെ ആത്മാവിൽ റെസണേറ്റ് ചെയ്യുന്നു, അലയടിക്കുന്നു എന്നാണ് പറയുന്നത്. ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ. എൻ്റെ ആത്മാവിന് അത് അനുഭവിക്കാൻ കഴിയുന്നു. പ്രകൃതിയുടെ ഫെയർ വർക്ക്സ്, അതായത് നന്മയും സൗന്ദര്യവുമെല്ലാം ഹ്യൂമൻ സോൾ, മനുഷ്യൻ്റെ ആത്മാവിലൂടെ കടന്നു പോകുന്നു, മനുഷ്യൻ്റെ ആത്മാവിനെ ടച്ച് ചെയ്യുന്നു. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക്. അതേസമയം വേറൊരു ചിന്ത എൻ്റെ ഹൃദയത്തെ വിഷമതയിലാഴ്ത്തുന്നു. എന്താണത്? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. മനുഷ്യനോട് ചെയ്യുന്നത് എന്തെല്ലാമാണ്. ഇത്രയും മനോഹരമായ, ബ്യൂട്ടിഫുള്ളായ, ഫെയറായ നേച്ചർ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഒരു മനുഷ്യൻ, ഈ നേച്ചറിൻ്റെ തന്നെ ഭാഗമായ ഈ മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചെയ്യുന്നത് എന്താണ്? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഇവിടെ മ സൗണ്ട് ഈസ് റിപ്പീറ്റഡ്. മാൻ്റെ ഫസ്റ്റ് ലെറ്റർ മ, മെയ്ഡ് മ സൗണ്ട്, ദെൻ മാൻ അഗെയിൻ മ സൗണ്ട് ഈസ് റിപ്പീറ്റഡ്. എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ ഓഫ് കൺസണൻറ്റ് സൗണ്ട്സിനെയാണ് അലിറ്ററേഷൻ എന്ന് പറയുന്നത്. സോ റിപ്പീറ്റേഷൻ ഓഫ് കൺസണൻറ്റ് സൗണ്ട്സിനെയാണ് അലിറ്ററേഷൻ എന്ന് പറയുന്നത്. അതൊരു പോയറ്റിക് ഡിവൈസാണ്. പോയറ്റിക് ഡിവൈസ്, മറ്റൊരു പോയറ്റിക് ഡിവൈസ് തന്നെയാണ് പേഴ്സോണിഫിക്കേഷനും. എന്തിനാണ് ഈ പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്യുന്നത്? അതിൻ്റെ മ്യൂസിക്കൽ ക്വാളിറ്റിയും അതിൻ്റെ ഓവറോൾ ബ്യൂട്ടിയും, പോയത്തിൻ്റെ മ്യൂസിക്കൽ ക്വാളിറ്റി, അതുപോലെ ഓവറോൾ ബ്യൂട്ടി എല്ലാം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയ പോയറ്റിക് ഡിവൈസസ് ശ്രദ്ധിക്കേണ്ടത് നേച്ചർ ഇമേജറി, ദെൻ അലിറ്ററേഷൻ, ദെൻ പേഴ്സോണിഫിക്കേഷൻ, ഇവയാണ്. സോ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ അലിറ്ററേഷൻ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റാൻസ. ത്രൂ പ്രിംറോസ് ടഫ്സ് ഇൻ ദാറ്റ് ഗാർഡൻ ബവർ. സോ ആ ഒരു പ്ലാന്റേഷനിലാണ് അദ്ദേഹം ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അവിടെ പ്രൈംറോസിൻ്റെ ടഫ്സ് മീൻസ് ബഞ്ച്, കൂട്ടം ഉണ്ട്. എവിടെ? ഇൻ ദാറ്റ് ഗാർഡൻ ബവർ. സോ ഇതാണ് പ്രൈംറോസ്. ബവർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്രെയിം വർക്ക് ദാറ്റ് സപ്പോർട്ട് ക്ലൈംബിംഗ് ഗ്രാസ്. ഇതാണ് ബവർ. ഇവിടെ പ്രൈംറോസുകളുണ്ട്. പിന്നെ എന്താണുള്ളത്? ദ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീഡ്സ്. റീഡ് മീൻസ് ക്ലൈംബിംഗ് ഗ്രാസ്. റീഡ് മീൻസ് ഗാർലൻഡ്. ഗാർലൻഡ് മാല. ഒരു പെരിവിങ്കിൾ ഉണ്ട്. പെരിവിങ്കിൾ, പ്രൈംറോസ് തുടങ്ങിയ ചെടികളുണ്ട്. ഈ ഒരു പെരിവിങ്കിൾ, ദെൻ പ്രൈംറോസ് തുടങ്ങിയ പൂക്കളുണ്ട് എവിടെ? ആ ഗാർഡനിലെ ഒരു ബവറിൽ. ബവർ മീൻസ് എ ഫ്രെയിം വർക്ക് ദാറ്റ് സപ്പോർട്ട്സ് ദീസ് ക്ലൈംബിംഗ് ഗ്രാസസ്. സോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഈ ഗാർഡനിൽ ഞാൻ ഇരിക്കുമ്പോൾ, ആൻഡ് ദിസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ലൈൻസ്. സി, ആൻഡ് ഇറ്റ്സ് മൈ ഫെയ്ത്ത്, ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെയുള്ള ഓരോ പുഷ്പങ്ങളും അത് ശ്വസിക്കുന്ന ഈ ഒരു എയറിനെ, അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയറിനെ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കുമെന്ന്. ഈ ഫ്ലവേഴ്സ് എല്ലാം ഈ ബ്യൂട്ടിഫുൾ ആയ നേച്ചറിൻ്റെ ഭാഗമാണെന്നും, അതുപോലെ ഓരോ ഫ്ലവേഴ്സും അവർ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു മൊമെൻറ്റ്, പ്രകൃതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കുമെന്നുമാണ് ഇവിടെ വേർഡ്സ്വർത്ത് കവി ചിന്തിക്കുന്നത്. സോ ബ്രീത്ത് ചെയ്യുന്നത് ആരാണ്? ഹ്യൂമൻ ബീങ്സ് ആണ്, അല്ലെങ്കിൽ ആനിമേറ്റ് ആയ ആനിമൽസ് ആണ്. സോ ഇന്നാനിമേറ്റ്സ് ഒബ്ജക്ട്സിന് ഹ്യൂമൻ ക്വാളിറ്റീസ് അട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് അത് ഇവിടെ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്, എന്ന പോയറ്റിക് ഡിവൈസ് വരുന്നത്. ഇവിടെ ഫ്ലവേഴ്സിന് ബ്രീത്തിങ് എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ക്വാളിറ്റി ഫ്ലവേഴ്സിലേക്ക് അട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇവിടെയും ഈ ലൈൻസിലും നമുക്ക് പേഴ്സോണിഫിക്കേഷൻ ഓഫ് ഫ്ലവേഴ്സ് കാണാൻ സാധിക്കും. സോ ഈ ഗാർഡനിൽ ഏതൊക്കെ ഫ്ലവേഴ്സ് ആണുള്ളത്? പ്രൈംറോസ് ഉണ്ട് ഗ്രീൻ ബവറിൽ, അതുപോലെ പെരിവിങ്കിൾ എന്ന് പറയുന്ന ഫ്ലവർ ഉണ്ട്. സോ ഇവിടെ കാണുന്ന ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഈ ഫ്ലവേഴ്സ് എല്ലാം, ഓരോ ഫ്ലവറും അവരുടെ എക്സിസ്റ്റൻസിൽ, അല്ലെങ്കിൽ ഇവിടെയുള്ള ആ സുഗന്ധത്തെ, ആ എയറിനെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, എയർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ എന്ന രീതിയിലും കൺസിഡർ ചെയ്യാം. അത് ബ്രീത്ത് ചെയ്യുന്ന എയറിനെ എൻജോയ് ചെയ്യുന്നുണ്ട്, അവരുടെ എക്സിസ്റ്റൻസിനെ ഈ ബ്യൂട്ടിഫുൾ ആയ നേച്ചറിൻ്റെ പാർട്ടായി എക്സിസ്റ്റ് ചെയ്യുന്നത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ വേർഡ്സ്വർത്ത് പറയുന്നത്. Now, next stanza. The birds around me hopped and played. ബ്യൂട്ടിഫുൾ ആയ ഫ്ലവേഴ്സ് മാത്രമല്ല ആ ഗാർഡനിൽ കാണാൻ സാധിക്കുന്നത്, ആ ഗ്രോവിൽ കാണാൻ സാധിക്കുന്നത്.
ബേർഡ്സിനെ കാണാൻ സാധിക്കും. ഈ ബേർഡ്സ് എല്ലാം ഹോപ്പ് മീൻസ് തുള്ളിച്ചാടുക, സന്തോഷത്തോടെ ഹോപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ പ്ലേ ചെയ്യുന്നുണ്ട്. ദെയർ തോട്ട്സ് ഐ കനോട്ട് മെഷർ. എന്താണ് അവ ചിന്തിക്കുന്നത് എന്ന് എനിക്ക് അളക്കാൻ സാധിക്കുന്നില്ല. ദെയർ തോട്ട്സ് ഐ കനോട്ട് മെഷർ. പക്ഷെ അവർ ഹാപ്പി ആണെന്നറിയാം. എന്താണ് അവർ ചിന്തിക്കുന്നത് എന്ന് എനിക്ക് ചിന്തിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദേ മെയ്ഡ്. പക്ഷേ അവരുടെ ഈ ഒരു മോഷൻ, ചലനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ. അവർ വളരെ സന്തോഷത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഫ്ലവേഴ്സ് വളരെ ഹാപ്പിയാണ് ഈ നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ. അതുപോലെ ബേർഡ്സ് വളരെ ഹാപ്പിയാണ്, അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയും എല്ലാം ചെയ്യുന്നു. അവരുടെ ചിന്തകളിൽ എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ലെങ്കിലും അവരുടെ ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ, അനുഭവിക്കാൻ കഴിയുമെന്ന് ഇവിടെ കവി പറയുന്നു. ബേർഡ്സും ഫ്ലവേഴ്സും, ചുറ്റുമുള്ള ബേർഡ്സും ഫ്ലവേഴ്സും എല്ലാം ഹാപ്പിയാണ് അല്ലേ എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. നെക്സ്റ്റ് ഹി സെയ്സ് അബൌട്ട് ബഡ്ഡിങ് ട്വിഗ്സ്. മുള പൊട്ടുന്ന നാമ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഈ പുൽനാമ്പും ഹാപ്പിയാണ് അല്ലേ, സന്തോഷത്തിൽ തന്നെയാണ്, ഹാപ്പിനെസ് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ദ ബഡ്ഡിങ് ട്വിഗ്സ്. ബഡ്ഡിങ് മീൻസ് സ്റ്റാർട്ട് ടു ഗ്രോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ട്വിഗ്സ് മീൻസ് ബ്രാഞ്ച് അല്ല ബ്രാഞ്ച്ലെറ്റ്. സോ ദ ബഡ്ഡിങ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ എന്ന് പറഞ്ഞാൽ അവർ സ്പ്രെഡ് ചെയ്യുന്നു, ഫാൻ പോലെ സ്പ്രെഡ് ചെയ്യുന്നു. എന്തിന്? ടു ക്യാച്ച് ദ ബ്രീസി എയർ. ചുറ്റുമുള്ള ആ ഒരു കാറ്റിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി. നൗ ആൻഡ് ഐ മസ്റ്റ് തിങ്ക് ഡു ഓൾ ഐ ക്യാൻ ദാറ്റ് ദർ വാസ് പ്ലഷർ ദർ. എനിക്ക് ചിന്തിക്കാൻ കഴിയും അവിടെയും എല്ലാവരും ഈ ബഡ് ചെയ്യുന്ന ആ ഒരു പുൽനാമ്പ് വരെ അത് മനോഹരമായ ഈ പ്രകൃതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നൊരു വസ്തുത കൊണ്ട് തന്നെ അവരും ഹാപ്പിയാണ്, സന്തോഷത്തിലാണ്. സോ ഇത് ഏർലി സ്പ്രിംഗ് സീസൺ ആണ്. അതുകൊണ്ട് റിജുവനേഷൻ്റെ ഒരു കാലഘട്ടമാണ്. പുതിയ നാമ്പുകൾ മുള പൊട്ടുന്ന ഒരു സാഹചര്യമാണ്. ആ സമയത്ത് ഈ ബഡ് ചെയ്യുന്ന ഈ സ്പ്രിംഗ് സീസണിൽ ബഡ് ചെയ്യുന്ന ഈ ഒരു ട്വിഗ്സ് മീൻസ് ബ്രാഞ്ച്ലെറ്റ്സും വളരെ ഹാപ്പിയാണ്, സന്തോഷമാണ്. സോ പ്രകൃതിയിലെ എല്ലാം അത് ബഡ് ചെയ്യുന്ന, പുതിയതായി ബഡ് ചെയ്യുന്ന ട്വിഗ്സ് ആകട്ടെ, ബേർഡ്സ് ആകട്ടെ, ബവർ ആകട്ടെ, അതിലെ ഫ്ലവേഴ്സ് ആവട്ടെ, എല്ലാം തന്നെ വളരെ ഹാർമോണിയസ് ആയ ഈ ഒരു എക്സിസ്റ്റൻസിൽ, പ്രകൃതിയോട് ചേർന്നുള്ള ഈ ഒരു നിലനിൽപ്പിൽ വളരെയധികം ഹാപ്പിയായി, വളരെയധികം സന്തോഷത്തോടെയാണ് ഈ പ്രകൃതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. നൗ നെക്സ്റ്റ് സ്റ്റാൻസ, ഫൈനൽ സ്റ്റാൻസ. If this belief from heaven be sent, if such be nature's holy plan, have I not reason to lament what man has made of man? സോ ദിസ് ബിലീഫ്, ഏത് വിശ്വാസം? ഈ വിശ്വാസം, നേച്ചറിലെല്ലാം വളരെ ഹാപ്പിയായി ഹാർമോണിയസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഈ വിശ്വാസം ഡിവൈനാണ് അല്ലെ. ദൈവം, ഹെവൻ ബീസ്, ഹെവൻ ഉദ്ദേശിക്കുന്നത് ഡിവൈൻ പവർ, സ്വർഗത്തിൽ നിന്ന് തന്നെ കിട്ടിയ സ്വർഗീയമായ ഈ ഒരു വിശ്വാസം തന്നെയാണ്. ദൈവം ഈ ഒരു വിശ്വാസം ദൈവികമാണ് എന്നാണ് പറയുന്നത്. ഇഫ് സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ. എന്താണ് പ്രകൃതിയുടെ വളരെ ഡിവൈൻ ആയിട്ടുള്ള പ്ലാൻ? എന്താണ് പ്രകൃതിയുടെ പദ്ധതി? എല്ലാം, അതിലെ എലമെൻറ്റ്സ് എല്ലാം, പ്രകൃതിയിൽ ഉള്ള എല്ലാം വളരെ ഹാപ്പിയായി, വളരെ ഹാർമോണിയസ് ആയി എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പ്രകൃതിയുടെ പദ്ധതി. പക്ഷേ ഇതിന് വിരുദ്ധമായിട്ടുള്ളത് ആരാണ്? ഹ്യൂമാനിറ്റി അല്ലെ, മനുഷ്യവംശം മാത്രമാണ് ഇതിന് വിരുദ്ധമായി നിൽക്കുന്നത്. ഹാവ് ഐ നോട്ട് റീസൺ ടു ലെമന്റ്. അത് തന്നെയാണ് എൻ്റെ ലെമൻറ്റ് മീൻസ് വിലാപം, എൻ്റെ വിഷമത്തിനുള്ള ആ ഒരു കാര്യവും. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. പക്ഷേ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഏതു തരത്തിലുള്ളതാണ്? സോ മനുഷ്യവംശം മാത്രമാണ്, ഹ്യൂമാനിറ്റി മാത്രമാണ് പ്രകൃതിയുടെ പ്യൂരിറ്റിയിൽ നിന്നും ഡൈവേർജ് ചെയ്ത് പോകുന്നത്. ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ ട്രീറ്റ് ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. പക്ഷെ പ്രകൃതിയിലെ മറ്റ് എലമെൻറ്റ്സ് അങ്ങനെയല്ല. പൂക്കളാണെങ്കിൽ അവരുടെ എക്സിസ്റ്റൻസ് അവർ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ട്വിഗ്സ് ആകട്ടെ അവരുടെ എക്സിസ്റ്റൻസിനെ അവർ സെലിബ്രേറ്റ് ചെയ്യുകയാണ്, അവർ ഹാപ്പിനെസ് എൻജോയ് ചെയ്യുകയാണ്. ബേർഡ്സ് ആകട്ടെ ഹാപ്പിയാണ്, പ്ലസൻ്റ് ആണ്. എഗെയിൻ നമുക്ക് കാണാൻ സാധിക്കും ഈ ഫ്ലവേഴ്സ് എല്ലാം വളരെയധികം സന്തോഷത്തോടെയാണ് പ്രകൃതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഹ്യൂമാനിറ്റി ആകട്ടെ, ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ ട്രീറ്റ് ചെയ്യുന്ന ആ രീതി ആകട്ടെ, അതെല്ലാം ഡിഫറെൻ്റ് ആണ്. എന്താണ് ഇങ്ങനെ എഴുതാൻ കാരണം? ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് ജീവിച്ചിരുന്ന ഒരു പോയറ്റാണ് വേർഡ്സ്വർത്ത്. ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഐഡിയൽസ് എന്തെല്ലാമായിരുന്നു? ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി അല്ലേ. ലിബർട്ടി സ്വാതന്ത്ര്യം, ഇക്വാലിറ്റി സമത്വം, ഫ്രെറ്റേണിറ്റി സാഹോദര്യം. ഫ്രഞ്ച് റവല്യൂഷനിലൂടെ, വിപ്ലവത്തിലൂടെ ഇതെല്ലാം നേടിയെടുക്കാമെന്നായിരുന്നു ധരിച്ചിരുന്നത്. പക്ഷേ ഫ്രഞ്ച് റവല്യൂഷന് ശേഷം മനസ്സിലാവുകയാണ് അതൊന്നും അല്ല അതിൻ്റെ ഔട്ട്കമായി, റിസൾട്ടായി വന്നത് എന്ന്
വിചാരിക്കുന്നു. ആ ഒരു വിഷമം, ആ ഒരു ഡിസില്യൂഷൻമെൻറ്റ് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്താകട്ടെ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം പ്രകൃതിക്ക് സംഭവിച്ച ചില ചൂഷണങ്ങൾ അല്ലേ, പ്രകൃതിക്ക് സംഭവിച്ച ചില മാറ്റങ്ങൾ. അർബനൈസേഷൻ വന്നു, പ്രകൃതിയിൽ ഒരുപാട് വേസ്റ്റ് മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ തുടങ്ങി. സോ ഇങ്ങനെ പ്രകൃതിക്ക് സംഭവിച്ച കുറച്ച് കേടുപാടുകൾ. ഈ 2 കാര്യങ്ങളുമാണ് പ്രത്യേകിച്ചും വേർഡ്സ്വർത്തിനെ പോലുള്ളൊരു കവി വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, അല്ലെ, പ്രകൃതിയിൽ മറ്റെല്ലാവരും സന്തോഷത്തോടെ അവരുടെ എക്സിസ്റ്റൻസ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഹ്യൂമാനിറ്റിക്ക് മാത്രം എന്തു പറ്റി, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു രീതിക്ക് മാത്രം എന്തു പറ്റി എന്ന് വേർഡ്സ്വർത്ത് ചോദിക്കുന്നത്. So that's all about today's classes. Hope these classes are useful for you. Thank you.